നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന സുഗമ ഹിന്ദി പരീക്ഷയുടെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് അടുത്ത് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ പാർട്ട് വീഡിയോയിൽ 9 വരെയുള്ള ചോദ്യങ്ങൾ പറഞ്ഞായിരുന്നു. അടുത്ത് വരുന്ന 10ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറാണ്. പേജ് നമ്പർ 10 കൈ ദിനോं तक चूल्हा रोया चक्की रही उदास, कई दिनों तक कानी कुतिया सोई उनके पास, कई दिनों तक लगी फीत पर छिपकलियाँ की गशत, कई दिनों तक चूहों की ही हालत रही शिकस्त. अगाल और उसके बाद किसकी कविता है? आड़ा कविതയാണ് നാഗാർജുൻ की. കൈ ദിനോं तक चूल्हा रोया चक्की रही उदास. क्यों? കുറേ ദിവസമായിട്ട് അടുപ്പ് കത്തുന്നില്ല, അരകല്ലും ഉദാസയാണ്. എന്തുകൊണ്ടാണ്? അകാൽക്കെ ദിൻ ഹെ, ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം കാരണം ധാന്യങ്ങളില്ല, അരയ്ക്കാനും പറ്റുന്നില്ല, അടുപ്പും കത്തുന്നില്ല, എല്ലാവരുടെയും സ്ഥിതി വളരെ ദയനീയമാണ്. അപ്പോൾ പല്ലികൾ ചുവരിക്കൂടെ ഓടുന്നു, എലികൾ ഇങ്ങനെ അവസ്ഥയിൽ കിടക്കുന്നു, പട്ടി കിടക്കുന്നു. അപ്പോൾ ഖാനെ പീനേക്കിലെ കരോമേ കുച്ച് ഭീ നഹീ ഹെ, അകാൽക്കെ ദിൻ ഹെ, ദാരിദ്ര്യം കാരണം ഖാനെ പീനേക്കിലെ കഴിക്കാനും കുടിക്കാനും കർമ്മേ കുച്ച് നഹീ ഹെ, വീട്ടിൽ ഒന്നും തന്നെ ഇല്ല. അടുത്ത പിരമിഡാണ്. बच्चे चुनते हैं बच्चे फूल चुनते हैं, बच्चे शाम तक फूल चुनते हैं, बच्चे देर शाम तक फूल चुनते हैं. അപ്പോൾ 2 മാർക്കിന് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ്. 2 പോയിന്റ് കൊടുത്തിരിക്കാം, ബാക്കി 2 പോയിന്റ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കും. അപ്പോൾ അതിൻ്റെ ആവർത്തനം അനുസരിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കുക. അതൊക്കെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത 11ാമത്തെ പേജാണ്. അയാം കലാം के बहाने फिल्मी लेख अंश पढ़े और प्रश्न 13 से 15 तक के उत्तर लिखे. हमारा नायक കലാം चाय की दुकान में काम करता है. നമ്മുടെ നായകനായ കലാം ചായക്കടയിലാണ് ജോലി ചെയ്യുന്നത്. उसका सपना है स्कूल जाना. അവൻ്റെ സ്വപ്നം എന്താണ്? സ്കൂളിൽ പോവുക. और टीवी में देखे लंबे बालों वाले രാഷ്ട്രപതി കലാം സാ ബന്ന. TV കാണുന്ന നീളം മുടിയുള്ള നമ്മുടെ കലാം രാഷ്ട്രപതിയെ പോലെ ആവുക. ലേക്കിൻ ഫിലിമേ ഏക്ക് ഓർ ബച്ചാ ഹി ഹെ. സിനിമയിൽ വേറൊരു കൊച്ചുണ്ട്, ടാണി കെ റാണ കാ ബേട്ട രൺവിജയ്. ജിസേ സ്കൂൾ ജാന കഥയി പസന്ത് നഹി. അവന് സ്കൂളിൽ പോകാൻ ഒട്ടും ഇഷ്ടമില്ല. ഇപ്പോൾ രൺവിജയ് കോൺത. രൺവിജയ് ആരായിരുന്നു? രൺവിജയ് ടാണി കെ റാണ കാ ബേട്ട, ടാണിയിലെ റാണയുടെ മകനാണ് രൺവിജയ്. കലാം കാ സപ്ന ക്യാത്ത. അവൻ്റെ സ്വപ്നം എന്തായിരുന്നു? സ്കൂൾ ജാന ഓർ രാഷ്ട്രപതി കലാം സാ ബന്ന. സ്കൂളിൽ പോകണം, രാഷ്ട്രപതി കലാമിനെ പോലെ ആവണം. കലാം ഓർ രൺവിജയ് സെ സംബന്ധ വിശേഷതായും പഹചാൻ കർ ലിഖേ. അവരുടെ ഗുണങ്ങൾ വിശേഷത നോക്കി എഴുതുക. ഇപ്പോൾ കലാമിനെ കുറിച്ച് 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. രൺവിജയ്. ഇപ്പോൾ കലാം എന്തൊക്കെയാണ്? ചായക്ക് ദുക്കാൻ മേ കാം കർത്താ ഹെ, ചായക്കടയിൽ ജോലി ചെയ്യുന്നു. രാഷ്ട്രപതി കലാം സാ ബന്ന ചാഹത്താ ഹെ, രാഷ്ട്രപതി കലാമിനെ പോലെ ആകാൻ ശ്രമിക്കുന്നു. രൺവിജയ് അംഗ്രേസി സ്കൂൾ മേ പഠിത്താ ഹെ, സ്കൂൾ ജാന പസന്ത് നഹി ഹെ, സ്കൂളിൽ പോകാൻ അവന് ഇഷ്ടമില്ല. അടുത്ത കലാം. नील माधव पांडे की अयाम कलाम फिल्म का नायक है कलाम. वह ടാണി के एक चाय की दुकान में काम करता है. ടാണിയിലെ ഒരു ചായക്കടയിലാണ് ജോലി ചെയ്യുന്നത്. ഉസ്കാ സപ്ന ഹെ സ്കൂൾ ജാന. അവൻ്റെ സ്വപ്നം എന്താണ്? സ്കൂളിൽ പോവുക. और രാഷ്ട്രപതി കലാം സാ ബന്ന, രാഷ്ട്രപതി കലാമിനെ പോലെ ആവുക. ടാണി കെ റാണ കാ ബേട്ട രൺവിജയ് സെ പഹലി മുലാഖാത്ത് മേ ഹി ഉസേ ദോസ്തി ബൻതി ഹെ. ടാണിയിലെ റാണയുടെ മകനായ രൺവിജയനെ ആദ്യത്തെ കണ്ടുമുട്ടൽ തന്നെ, മുലാഖാത്ത് ആദ്യം കണ്ടുമുട്ടിയപ്പോൾ തന്നെ എന്ത് ചെയ്തു? അവർ സുഹൃത്തുക്കളായി. രൺവിജയ് ഉസേ അംഗ്രേസി പഠാനെ മേ സഹായത കർത്താ ഹെ. രൺവിജയിന് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി സഹായിക്കുന്നു. ബദലേ കലാം ഉസേ, കലാമിനെ ഇംഗ്ലീഷ് പഠിക്കാൻ സഹായിക്കുന്നു. പകരം കലാം ഹിന്ദി. बदले में कलाम उसे हिंदी पढ़ाता है. वह अपनी दोस्ती खूब निभाता है. അവൻ്റെ സൗഹൃദം അവൻ നന്നായിട്ട് പാലിക്കുന്നുണ്ട്. उसकी मदद से ही रणविजय भाषण प्रतियोगिता में प्रथम आता है. അങ്ങനെ കലാമിൻ്റെ സഹായത്തോടെ അവൻ പ്രസംഗത്തിൽ ഫസ്റ്റ് കിട്ടുന്നു. ഫിലിം के अंत में उसका सपना पूरा होता है. സിനിമയിലെ അവസാനം അവൻ്റെ സ്വപ്നം എന്ത് ചെയ്യുന്നു? പൂർത്തിയാകുന്നു. उसे रणविजय के साथ स्कूल जाने का मौका मिलता है. അവന് രൺവിജയനോടൊപ്പം സ്കൂളിൽ പോകാനുള്ള അവസരം കിട്ടുന്നു. फिल्म में कलाम को एक പരിശ്രമി ഉത്സാഹി और സച്ചി दोस्त के रूप में प्रस्तुत किया है. ഈ സിനിമയിൽ കലാമിനെ വളരെ പരിശ്രമിക്കുന്ന, ഉത്സാഹിയായ, സത്യസന്ധനായ ഒരു സുഹൃത്തായിട്ടാണ് കാണപ്പെടുന്നത്. അടുത്ത ബീർ ബഹുട്ടിയാണ്. ബീർ ബഹുട്ടി കഹാനി കാ अंश पढ़े. साहिल बेला का रिपोर्ट कार्ड देख रहा था. സാഹിൽ ബേല का റിപ്പോർട്ട് കാർഡ് देख रहा था और ബേല സാഹിൽ का. ബേല സാഹിലിൻ്റെ റിപ്പോർട്ട് കാർഡ് നോക്കുന്നു, സാഹിൽ ബേലയുടെ. आज आखिरी बार वे एक दूसरे की कोई चीज़ को छूकर देख रहा था. അവരവസാനമായിട്ടാണ് അവർ രണ്ടുപേരുടെയും പ്രോഗ്രസ് റിപ്പോർട്ട് കാണുന്നത്. കാരണം അവരുടെ സ്കൂൾ 5ാം ക്ലാസ് വരെ ഉള്ളൂ. ബേല രാജകീയ കന്യാ പാഠശാല മേ പഠേഗി. അവിടെ പഠേഗിയാണ് സെൻറ്റൻസ് ആയിട്ട് വരുന്നത്.
അഗലെ സാൽ സാഹിൽ കഹാ പഠേക, അടുത്ത വർഷം സാഹിൽ എവിടെ പഠിക്കും? അജ്മേർ. അഗലെ സാൽ സാഹിൽ और ബേല ദോനോ അലഗ് അലഗ് സ്കൂൾ ജായേങ്കെ, അടുത്ത വർഷം രണ്ടുപേരും വേറെ വേറെ സ്കൂളിൽ പോകും. കാരണം എന്താണ്? ദോനോ ഛട്ടിമേ ആകേത്, രണ്ടുപേരും 6ാം ക്ലാസ്സിൽ വന്നു. പുലരൊക്കെ ജിസ് സ്കൂൾ മേ വേ പഠിത്തേ വഹ് 5വീ തക്ക് ഹി ത, അവർ പഠിക്കുന്ന സ്കൂള് 5ാം ക്ലാസ് വരെ ഉള്ളൂ. അതുകൊണ്ടാണ് രണ്ടുപേരും അടുത്ത വർഷം വേറെ വേറെ സ്കൂളിൽ പോകുന്നത്. അടുത്തത് ദിശാഹീനാണ്. भोपाल स्टेशन पर मेरा मित्र अविनाश, जो वहाँ से निकले वाले एक हिंदी दैनिक का संपादन करता था. ഭോപ്പാൽ സ്റ്റേഷനിൽ എൻ്റെ സുഹൃത്ത് അവിനാഷ് ഉണ്ട്. അവൻ അവിടെ നിന്ന് പുറപ്പെടുന്ന ഹിന്ദി പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു. മുൽസെ മിൽനെ ആയനെ കാണാൻ വേണ്ടി വന്നു. മഗർ ബാത്ത് കർണേ കി വജഹ ഉസ്നെ മേരാ ബിസ്തർ ലപ്പേട്ടിക്കർ ബാഹർ ഫേങ്ക് ദിയ. പക്ഷേ കാര്യം പറയുന്നതിന് പകരം അവൻ എന്ത് സ്റ്റേഷനിലെത്തിയപ്പോഴേക്ക് എൻ്റെ സാധനമെല്ലാം പുറത്തേക്ക് വെച്ചു. खुद मेरा सूटकेस लिए हुए नीचे उतरा, എൻ്റെ സൂട്ട് കേസ് എടുത്തുകൊണ്ട് താഴെ ഇറങ്ങി. അവിനാഷ് കോൺ ത, അവിനാഷ് ആരായിരുന്നു? അവിനാഷ് മോഹൻ രാകേഷ് കാ മിത്ര ത, മോഹൻ രാകേഷിൻ്റെ സുഹൃത്തായിരുന്നു. മോഹൻ രാകേഷ് റെയിൽഗാഡി മേ കഹാ ഗയ ത, എവിടെ പോയത്? ബംബൈ. മോഹൻ രാകേഷ് को एक रात के लिए भोपाल में रहना पड़ा. क्यों? भोपाल സ്റ്റേഷൻ पर മോഹൻ രാകേഷ് കാ മിത്ര അവിനാഷ് ഉൻസെ മിൽനെ ആയ ത. അപ്പോൾ ഒരു രാത്രി മോഹൻ രാകേഷിന് ഭോപ്പാലിൽ തങ്ങേണ്ടി വന്നു. കാരണം എന്താണ്? തൻ്റെ സുഹൃത്തായ, വണ്ടികളൊക്കെ ഭയങ്കര ശബ്ദം അല്ലേ. മഗർ ബാത്ത് കർണേ കി വജഹ ഉസ്നെ മേരാ ബിസ്തർ ലപ്പേട്ടിക്കർ ബാഗർ ഫേങ്ക് ദിയ അവർ ഖുദ് മേരാ സൂട്ട് കേസ് ലിയേ ഹുയെ നീച്ചെ ഉത്തര. അപ്പോൾ ഒരു ദിവസം അവിടെ തങ്ങുന്നതിന് വേണ്ടി അവൻ എന്ത് ചെയ്തു? എൻ്റെ സൂട്ട് കേസൊക്കെ എടുത്ത്, എൻ്റെ സാധനമൊക്കെ എടുത്ത് താഴെ ഇറങ്ങി. അങ്ങനെ ഒരു ദിവസം അവിടെ തങ്ങേണ്ടി വന്നു. മോഹൻ രാകേഷ് റെയിൽഗാഡി മേ കഹാ ഗയ ത, എവിടെ പോയിരുന്നു? ബോംബെയിൽ. അടുത്ത് മോഹൻ രാകേഷ് ഏക് രാത്രി ലി ഭോപ്പാൽ മേ രഹന പട. ക്യൂ? അപ്പോൾ ഭോപ്പാൽ സ്റ്റേഷൻ पर മോഹൻ രാകേഷ് കാ മിത്ര അവിനാഷ് ഉൻസെ മിൽനെ ആയ ത, അയാളെ കാണാൻ വേണ്ടി വന്നിരുന്നു. ജബ് സ്റ്റേഷൻ पर ഗാഡി രുക്കി, സ്റ്റേഷൻ അവിടെ നിർത്തിയപ്പോൾ, സ്റ്റേഷനിൽ വണ്ടി നിർത്തിയപ്പോൾ ബാത്യം കർണേക്ക് ബജ, കാര്യം പറയുന്നതിന് പകരം അവിനാഷ് എന്ത് ചെയ്തു? മേരാ ബിസ്തർ ലപ്പേട്ടിക്കർ ബാഹർ ഫേങ്ക് ദിയ അവർ ഖുദ് സൂട്ട് കേസ് ലിയേ ഹുയെ നീച്ചെ ഉത്തർ ഗയ, സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് താഴോട്ട് വന്നു. ഇസ് പ്രകാർ രാകേഷ് കോ ഏക് രാത്രി കെ ലിയേ ഭോപ്പാൽ മേ രൂക്കനാ പട. ഇനി അടുത്ത് യാത്രാവൃത്തക്കെ ആധാർ പർ സഹി വാക്കി ചുൻകർ ലിഖിയെ, അല്ലെങ്കിൽ കത്ത്. അപ്പോൾ അവിടെ 4-5 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായ പ്രസ്താവന എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മോഹൻ രാകേഷ് और അവിനാഷ് രാത് को ഭോപ്പാൽ താൽ ഗയെ. മോഹൻ രാകേഷ് അവിനാശൻ രാത്രിയിൽ ഭോപ്പാൽ തീരത്തേക്ക് പോയി. അബ്ദുൽ ജബ്ബാർ ഭോപ്പാൽ താലുമേ നാവ് താത്ത, അബ്ദുൽ ജബ്ബാറിൽ നിന്ന് വള്ളം തുഴയുന്നു. മോഹൻ രാകേഷ് को സമുദ്ര തടക്കെ പ്രതി വിശേഷ ആകർഷകത, മോഹൻ രാകേഷിന് സമുദ്ര തീരത്തിനോട് ഒരു പ്രത്യേക ആകർഷകമായിരുന്നു. അബ്ദുൽ ജബ്ബാർ അച്ചി തരവ് ഗസൽ അർജ് കർ സക്താത്ത, അബ്ദുൽ ജബ്ബാറിന് നന്നായിട്ട് ഗസലൊക്കെ അറിയാം. അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്ന നല്ല പോയിന്റുകൾ. ഇനി ഈ ഒരു അവിടെ നിന്നതിനെ കുറിച്ചുകൊണ്ട്, ഭോപ്പാൽ കാഴ്ചകളും അവിടുത്തെ അനുഭവങ്ങളെ കുറിച്ചുകൊണ്ട് മോഹൻ രാകേഷ് തൻ്റെ സുഹൃത്തിന് എഴുതുന്ന കത്താണ്. അപ്പോൾ കത്ത് എഴുതുമ്പോൾ സ്ഥാനം താരിഖൊക്കെ കൊടുക്കുക. പ്രിയ മിത്ര ആപ് കൈസേ ഹേ, സുഖമാണോ? ബംബൈ മേ ആപ് കുശൽ ഹേന, ബൊംബെയിൽ നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? കബ് ഗാവ് ജായേഗ, എപ്പോഴാണ് ഗ്രാമത്തിലേക്ക് പോകുന്നത്? മേനെ തുംസെ ബതായാ താക്കി രവിവാർ കോ മേ ബംബൈ പहुंचने वाला हूँ. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലോ ഞായറാഴ്ച ഞാൻ ബൊംബെയിൽ എത്തുമെന്ന്. ലേക്കിൻ മേ പहुंच नहीं पाऊंगा, പക്ഷേ എനിക്ക് എത്താൻ കഴിയില്ല. ക്യോങ്കി ഹമാര അവിനാഷ് ഹേന, ഞങ്ങളുടെ സുഹൃത്ത് അവിനാഷ് ഉണ്ടല്ലോ, അതാണ് ഹേന, അറിയാലോ. ഭോപ്പാൽ സ്റ്റേഷനിൽ ഉസ്സേ മില, ഞാൻ ഭോപ്പാൽ സ്റ്റേഷനിൽ വെച്ച് അവനെ കണ്ടു. ഉസ്നെ ഗാഡി സെ മേരാ സൂട്ട് കേസിലേക്ക് ഉത്തര, അയാൾ എന്ത് ചെയ്തു? അവൻ എന്ത് ചെയ്തു? വണ്ടിയിൽ വെച്ച് തന്നെ എൻ്റെ സാധനമൊക്കെ താഴേക്ക് ഇറക്കി. ഇസ് പ്രകാർ മുझे ഏക് രാത്രിക്ക് ലിയേ ഭോപ്പാൽ മേ രഹനാ പട, അതുകൊണ്ട് ഒരു രാത്രി എനിക്ക് എവിടെ തങ്ങേണ്ടി വന്നു? ഭോപ്പാലിൽ തങ്ങേണ്ടി വന്നു. मैं बहुत खुश हूँ, ഞാൻ വളരെ ഹാപ്പിയാണ്. യഹ് ദിൻ മേരെ ജീവൻ മേ അവിസ്മരണീയ സ്വരൂർ ഹോഗ, ഇതെൻ്റെ ജീവിതത്തിൽ ഒരു അവിസ്മരണീയ ദിവസമായിരിക്കും. അവിനാഷ് കി സാത്ത് ഘൂമനെ നിക്കല, ഞാൻ അങ്ങനെ അവിനാഷിനോടൊപ്പം ഒന്ന് കറങ്ങാനൊക്കെ പോയി. ഘൂമിനെ കറങ്ങുക. ആദ്യ രാത്രി മേ ഭോപ്പാൽ താലുമേ സൈർ കിയ, രാത്രി മുഴുവനും ഭോപ്പാൽ തീരത്തോടെ എന്ത് ചെയ്തു? യാത്ര ചെയ്തു. ബൂട്ട മല്ലാഹ് കാ ഗസൽ സുന, ബൂട്ട മല്ലാഹിൻ്റെ ഗസൽ കേട്ടു. കാഷ് തും ഭി ഹമാരെ സാത്ത് ഹോത്ത, നീയും ഉണ്ടായിരുന്നെങ്കിൽ. ഖൈർ, അതൊക്കെ പോട്ടെ. പർസോ മേ ബോംബെ പहुंचूंगा, മറ്റന്നാൾ ഞാൻ ബോംബെയിലെത്തും. തബു സറൂർ മിൽന,
സപ്രേം, മോഹൻ രാകേഷ്, പത്രം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ 2025 ഗൈഡ് കാണും. അതിൽ 3 ചോദ്യപേപ്പറാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ 2 ചോദ്യപേപ്പറിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 3ാമത്തെ പേപ്പറുണ്ട്, അത് അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ആനുവൽ എക്സാമിനും സുഗമ ഹിന്ദി പരീക്ഷയ്ക്കും ഇപ്പോഴത്തെ ക്രിസ്മസ് എക്സാമിനും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും നമസ്തേ. അപ്പോൾ അതുകൂടാതെ നമ്മുടെ ഈ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക.